നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാരും സേഫ് അല്ലേ, ഹാപ്പി അല്ലേ? കഴിഞ്ഞ ദിവസം ഇട്ട സ്ട്രോബെറി പച്ചടിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കൂടിയില്ലേ? ഞാൻ വീണ്ടും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. ഈ പായസത്തിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഇത് അടുപ്പിൽ വെക്കാതെ വേവിക്കാതെ ഉണ്ടാക്കുന്ന പായസമാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് പിന്നെ ഇത് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഇത് കുറച്ച് വലിയ മാങ്ങ ചെറുതായി മുറിച്ചെടുത്താണ്. ഇത് 4 ഞാലിപ്പൂവൻ പഴം ചെറുതായി മുറിച്ചത്, പിന്നെ കുറച്ച് ഓറഞ്ചും സ്ട്രോബെറി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി ഒട്ടും കുറക്കണ്ട, നല്ലോണം കൂടിക്കൂട്ടി മേടിച്ചിട്ട് എടുത്തത്. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിന് പകരം മുന്തിരിയോ ആപ്പിളോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ തേങ്ങാപ്പാല്, ഇത് പഞ്ചസാരക്ക് പകരം ഫ്രഷ് ഡേറ്റ്സ് അതിന്റെ കുരുവും തൊലിയും മാറ്റി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്താണ്. ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, സാദാ മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 2 ടീസ്പൂൺ നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ട് വേണ്ടത് മാങ്ങയും ചെറിയ പഴമാണ്. ചെറിയ പഴത്തിന് പകരം ഏത് പഴം വേണമെങ്കിൽ എടുക്കാം. ബാക്കി ഉള്ള ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുക്കാം. ഞാൻ എടുത്തത് ഇങ്ങനത്തെ ഒരു മാങ്ങേന്റെ 2 സൈഡാണ് എടുത്തത്. പിന്നെ ഇങ്ങനത്തെ ഇത്ര സൈസിനുള്ള ഞാലിപ്പൂവൻ പഴം 4 എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഓറഞ്ചിന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഇതുപോലത്തെ ഒരു 15 ഡേറ്റ്സ് ആണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ 4 സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്താല് പായസമായി. അതിന് ഞാൻ ഇപ്പോൾ ഓണമെല്ലാം ആയതുകൊണ്ട് നല്ല സ്റ്റൈൽ ആയിക്കോട്ടെ വെച്ചിട്ട് നല്ലൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാങ്ങ മുറിച്ചതും ഞാലിപ്പൂവൻ പഴം മുറിച്ചതും ഇടാം. ചെറുതായി മുറിച്ചത് അരച്ചെടുക്കുന്നത് അങ്ങനെ ചെയ്യാം. ഇത് ഓരോ കഷ്ണം ഇങ്ങനെ കടിക്കുമ്പം ഒരു ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ടേസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചിട്ടെടുക്കാം. ഇത് ചെറുതായി ഒന്ന് ഉടക്കാം, നല്ലോണം ഉടക്കണ്ട. ഇതിൻ്റെ കഷ്ണം കടിക്കുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയും പഴവും ചെറുതായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ എടുത്തു വെച്ച സ്ട്രോബെറിയും ഓറഞ്ചും ചേർക്കാം. ഈ ഓറഞ്ചെല്ലാം നല്ല മധുരമുള്ള ഓറഞ്ചാണ്, അധികം പുളിയൊന്നും ഉണ്ടാവില്ല. സ്ട്രോബെറി ചെറിയ പുളിയുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് ഒരു തേങ്ങേന്റെ 1 കപ്പ് പാലാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് തേങ്ങാപ്പാലാണ്. ഇത് വേവിക്കാത്തതുകൊണ്ട് ഫ്രഷ് തേങ്ങാപ്പാൽ തന്നെ എടുത്താലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവല്. ഇതിലേക്ക് ഈന്തപ്പഴം അരച്ച ചേർക്കാം. ഇത് ഫ്രഷ് ഈന്തപ്പഴം ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഫ്രഷ് ഡേറ്റ്സ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രൈ ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ച് സമയം നല്ല ചൂടിലെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര മിക്സിയിൽ പൊടിച്ച് ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണുമ്പോൾ നല്ലൊരു പ്രഥമന്റെ ലുക്കില്ലേ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇത് 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ്. ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഒന്നോ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഉരുകിയ പോലെ ഉണ്ടാവും. ഇനി എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും സാദാ മുന്തിരിയും ചേർക്കാം. ഇതെല്ലാം ആവശ്യത്തിന് ചേർക്കാം, ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അടുപ്പിൽ വേവിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നത്. വീണ്ടും ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടിട്ടുള്ള എന്താന്ന് ഞാൻ തന്നെ പറയണം. അങ്ങനെ നമ്മളെ അടുപ്പിൽ വെച്ച് വേവിക്കാതെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് പായസം റെഡിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓണാശംസകൾ. താങ്ക്